ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ടിരിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പൊക്കവട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. പൊക്കവടയും അതിലേക്കുള്ള ഉള്ളിച്ചമ്മന്തിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണിത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് ഗോതമ്പ് പൊടി, 2 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, പിന്നെ അപ്പസോഡയും. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ 2 വലിയ സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈസായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കണം. ഇനി അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഈ സവാളയൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന അതേ രീതിയിൽ നല്ലോണം തന്നെ തിരുമ്പി കൊടുക്കണം കേട്ടോ. ഉള്ളിയിലൊക്കെ ഉപ്പ് പിടിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 കപ്പ് മൈദ, അതുപോലെ 2 കപ്പ് കടലമാവ്, അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു അര സ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂണ് അപ്പസോഡ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല. അരിപ്പൊടിക്ക് പകരമാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തത്. അപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ പൊക്കവട. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരളവ് പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ രണ്ടാമതും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പൊക്കവടയുടെ മാവിൻ്റെ രീതി ആവുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഓവറാവരുത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പൊക്കവടക്കുള്ള അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക. കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ല് എണ്ണയിൽ മൊത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പൊക്കവട നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ പൊക്കവടയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പൊക്കവടയുടെ പണി കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള ചമ്മന്തി കൂടി റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത്
അതിലോട്ട് ഒരു വലിയ സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂണ് സുറുക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അരഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ടിയിലാട്ടോ കിട്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണമെന്നില്ലെങ്കിൽ അല്പം വെള്ളവും ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കണില്ല. ഈ ഒരു കട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പൊക്കവടയും അതിലേക്കുള്ള ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 2 മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പൊക്കവട നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റുള്ള പൊക്കവടയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ഇൻഷാ അല്ലാഹ്.